നമുക്കിന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ? അത് ഏറ്റവും കുറവ് ചേരുവകളോടുകൂടി ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറി. പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ആണ് എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞ് അതൊന്ന് ചൂടാവുമ്പോൾ ഇത്തിരി പെരിഞ്ചീരകം ഇടാം. ഈ സൺഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹോട്ടലിലൊക്കെയുള്ള ഒരു സ്പെഷ്യൽ മണവും ടേസ്റ്റും ഒക്കെ അതിന് കിട്ടുന്നുണ്ട്. രണ്ടും വെളിച്ചെണ്ണ, പിന്നെ ഈ വിലയിൽ നമുക്ക് വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാനും പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ഈ പെരിഞ്ചീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കുനുകുനാരിഞ്ഞ സബോള ഇടണം. ഒരു 2 സബോള കേട്ടോ, ഒരു 2 മീഡിയം വലുപ്പമുള്ള സബോള എടുത്തിട്ട് കുനുകുന അരിഞ്ഞിടാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇടണം. 2 പച്ചമുളക് നടുവേ കീറിയതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം അങ്ങോട്ട് വരും. ഇതങ്ങോട്ട് മൂത്ത് വരട്ടെ കേട്ടോ. ഇതെൻ്റെ റെസിപ്പി അല്ല കേട്ടോ, അമ്മയുടെയാണ്. അതുകൊണ്ട് തന്നെ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് പെട്ടെന്ന് മൂക്കാൻ വേണ്ടി ലേശുപ്പും കൂടെ വെതറി കൊടുക്കാം. ലേശുപ്പും കൂടെ വെതറി കൊടുത്തത് ചടേന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂത്ത് വരും. ഇതൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്, ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളറൊക്കെ പോലെ. എന്നിട്ട് നമുക്ക് തക്കാളി എടുത്തിടാം. പുളി വേണമെന്നുള്ള ഒരു തക്കാളി ഇട്ടാൽ മതി. തക്കാളി ഓപ്ഷണലാണ്, തക്കാളിയും കൂടി ഇടാം. തക്കാളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടികളിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി മാത്രം മതി. ഇതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ഇതൊരു നുള്ളിടണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ സ്പെഷ്യൽ സാധനം. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. അതെന്താണെന്നറിയണ്ടേ? നമ്മുടെ സാമ്പാർ പൊടി തന്നെ. അതൊന്ന് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. ഒരു പിഞ്ച് സാമ്പാർ പൊടി ഇട്ടാൽ മതി. അതൊരു സ്പെഷ്യൽ മണവും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇടുമ്പോൾ. അതൊന്നിട്ട് നമുക്കിനി തിളച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, നല്ലോണം തിളപ്പിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ. അതങ്ങോട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ഒരു നുള്ളു പഞ്ചസാര ഇടുക. പിന്നെ ഒരു ഇച്ചിരി ഗരം മസാലയും കൂടി ഇടണം. ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കണം. വറ്റിച്ചൊരു റോസ്റ്റ് പരുവത്തിലാക്കുക. നമ്മുടെ മുട്ടക്കറി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ഇടാം കേട്ടോ. മുട്ടയും കൂടി ഇട്ട് ഇതാണ് നമ്മുടെ ഇനി ഫൈനൽ ലുക്ക് വരാൻ പോണത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ആ സാമ്പാർ പൊടിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. അത് സ്കിപ്പ് ചെയ്യല്ലേ കേട്ടോ. അതില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ട്. അതിട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാട്ടോ ഇത്. ഏറ്റവും കുറവ് ചേരുവേ ഇതിന് വേണ്ടൂ. നമ്മുടെ മല്ലിപ്പൊടിയോ കുരുമുളക് പൊടിയോ അതൊന്നും വേണ്ട, ഇത്രയും മതി. ടാറ്റാ.